Good morning, students. Today I am going to take the continuation of discrete series, shortcut method and step deviation method. Last class we studied the direct method of discrete series, and now the next two is shortcut method and step deviations method. Okay, in shortcut method, arithmetic mean equal to a plus summation fd divided by summation f. എന്താണ് ഷോർട്ട് കട്ട് മെത്തേഡ്? ഡിസ്ക്രീറ്റ് സീരീസ് പോലെയുള്ള ഡേറ്റാസിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ് കാണുന്നത് എങ്ങനെയാണ്? അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു എ പ്ലസ് എ എന്തായിരുന്നു? അസ്യൂംഡ് മീൻ. ദെൻ സമ്മേഷൻ ഓഫ് എഫ് ഡി. സമ്മേഷൻ ഓഫ് എഫ് ഡി എന്ന് പറയുന്നത് സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ്. അതായത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഡീവിയേഷൻസും ഫ്രീക്വൻസിയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഡക്റ്റ് കാണുന്നുണ്ട് അല്ലേ? ആ കണ്ടിരിക്കുന്ന ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിൻ്റെ ഫുൾ സം, ടോട്ടൽ എത്ര ഉണ്ടോ അത്രയത്തിൻ്റെ സം, അതാണ് സമ്മേഷൻ ഓഫ് എഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സമ്മേഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്, ദാറ്റ് ഈസ് എൻ. അതായത് മറ്റേതിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് എണ്ണായിരുന്നു എത്രയാണ്, പക്ഷേ ഈ കേസ് വരുമ്പോൾ ഫ്രീക്വൻസീസ് ഫുൾ നമ്മൾ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ടോട്ടൽ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ സമ്മേഷൻ എഫ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എൻ തന്നെയാണ്. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. Okay, we know that a is equal to assumed mean and d equal to d എങ്ങനെ കാണുന്നത്? x മൈനസ് a അല്ലേ? ഡീവിയേഷൻസ് ഫ്രം അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീനിൽ നിന്നുമുള്ള ഡീവിയേഷൻസ്, അതാണ് എന്തെന്ന് പറയുന്നത്? d. അപ്പോൾ d ഈക്വൽ ടു x മൈനസ് a. ആൻഡ് സമ്മേഷൻ ഓഫ് എഫ് ഡി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻ ഡി വിത്ത് റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ് എഫ്, അതായത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസുമായിട്ടുള്ള ഡീവിയേഷൻ്റെ പ്രോഡക്റ്റ്. ആൻഡ് ഫൈനലി അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സം ചെയ്യുന്നു. അതാണ് എന്ത് പറയുന്നത്? സമ്മേഷൻ എഫ് ഡി എന്ന് പറയുന്നത്. സമ്മേഷൻ എഫ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. അതിപ്പം പറഞ്ഞു കഴിഞ്ഞാണല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിൽ കൂടി എങ്ങനെയാണ് ഹൗ ടു കാൽക്കുലേറ്റ് ഷോർട്ട് കട്ട് മെത്തേഡ് ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാം പോകുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ഓഫ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദ മാർക്സ് ബൈ ദ ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അരിത്തമെറ്റിക് മീൻ നമുക്ക് കാണണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡിസ്ക്രീറ്റ് സീരീസ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നോക്കാനായിട്ട്. മനസ്സിലായോ? ഇപ്പം നേരത്തെ കേസിൽ എന്താണ്? എ ബി സി ഡി അല്ലെ 1 2 3 4 അങ്ങനെ ഒരു ഓർഡർ നമുക്ക് തരും. ഇപ്പം നമുക്ക് മനസ്സിലാവും ഇത് എത്ര ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് പറയും. പക്ഷേ ഈ കേസിൽ ഫ്രീക്വൻസി ആയിട്ടായിരിക്കും തരുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ മാർക്കിന് ഇത്ര സ്റ്റുഡൻസ്, മറ്റേത് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇത്ര, അടുത്ത ആൾക്ക് ഇത്ര, ആ രീതിയിലായിരുന്നു അല്ലേ? ഡിസ്ക്രീറ്റ് സീരീസ് വരുമ്പോൾ എങ്ങനെയാണ്? ഫ്രീക്വൻസി ബേസ്. ഇപ്പോൾ 25 മാർക്കുള്ള 8 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 30 മാർക്സ് ഉള്ള 9 സ്റ്റുഡൻസ്, അതൊരു ഫ്രീക്വൻസിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അത്രയും പേർക്ക് ഇത്രയും മാർക്കുണ്ട്, ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ആ രീതിയിൽ വരുന്ന ഡേറ്റകൾക്കാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പോലെ ഡയറക്റ്റ് മെത്തേഡ് എഴുതുന്നു. ദെൻ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഡേറ്റ നമ്മൾ എഴുതുന്നു. ഫസ്റ്റ് മാർക്സ് നമ്മൾ എഴുതുന്നു. 20 30 40 50 60 70 അത് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റയാണ് കേട്ടോ. അപ്പം മാർക്സ് നമ്മൾ എഴുതി. ദെൻ നമ്മൾ എന്ത് എഴുതുന്നു? ഫ്രീക്വൻസീസ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇവിടെ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് എഫ്. ഫ്രീക്വൻസി ആയതുകൊണ്ടാണ് എഫ് ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. മാർക്സിന് നമ്മൾ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസീസും എഴുതി. ദെൻ ഫ്രീക്വൻസിയുടെ താഴെ നമ്മൾ എന്ത് കാണണം? സമ്മേഷൻ ഓഫ് എഫ് കാണണം. ഓക്കെ, അപ്പോൾ സമ്മേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണ്? 60 അല്ലേ? 8 + 12 + 20 + 10 + 6 + 4 എന്ന് പറയുന്നത് എന്താണ്? 60. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡീവിയേഷൻ കാണുക. ഡി ഈക്വൽ ടു എക്സ് മൈനസ് എ ആൻഡ് എ ഈക്വൽ ടു 40. എ എന്ന് പറയുന്നത് എന്താണ്? അസ്യൂംഡ് മീനാണ്, അതെന്താണ്? 40. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡീവിയേഷൻസ് ഫ്രം അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീനിൽ നിന്നുമുള്ള ഡീവിയേഷൻസ്. ഓക്കെ, എക്സ് നമുക്കറിയാം, മാർക്സ് ആണ് എക്സ്. ഈ മാർക്സിൽ 40 തന്നെ അസ്യൂംഡ് മീനായിട്ട് എടുക്കാവുന്നില്ല. ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? 40 ആണ്. അസ്യൂംഡ് മീൻ മീൻസ് നമ്മളൊരു മീൻ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്, ഏകദേശം മിഡിൽ വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ 40 എടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡീവിയേഷൻ കാണുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് എ. സോ എക്സ് എന്താണ്? ഫസ്റ്റ് കേസിൽ 20 മൈനസ് 40 എന്ന് പറയുമ്പോൾ എന്ത് വരും? -20. സെക്കൻഡ് റോ നോക്ക്,
30 ആണ് എക്സ് അല്ലേ. അപ്പോൾ 30 മൈനസ് 40 എന്ന് പറയുമ്പോൾ -10. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും ഡീവിയേഷൻസ് കണ്ടു. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എഫ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഇൻറ്റു ഡീവിയേഷൻ. ഫ്രീക്വൻസി എന്തുവായിരുന്നു? നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതിന് നമ്മൾ എഫ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് അപ്പോൾ എഫ് ഇൻറ്റു ഡി. അപ്പോൾ കറസ്പോണ്ടിങ് ഓരോ റോസായിട്ട് നമ്മൾ പ്രോഡക്റ്റ് കാണുന്നു അല്ലേ. അപ്പോൾ 8 ഇൻറ്റു ഫസ്റ്റ് റോ എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഫ് എന്ന് പറയുന്നത് 8, ഡീവിയേഷൻ എന്ന് പറയുന്നത് -20. അപ്പം 8 ഇൻറ്റു -20 എന്ന് പറയുന്നത് എന്ത് വന്നു? -160 അല്ലേ. 8 × 2 16, ദെൻ 0 വരുമ്പോൾ 160. ഓക്കെ, ദെൻ നെക്സ്റ്റ് റോ എന്താണ്? F12, ഡീവിയേഷൻ ഡി എന്ന് പറയുന്നത് -10. 12 × 10 എന്താണ്? 120. അപ്പോൾ -10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ -120. ദെൻ 20 × 0 0. അടുത്ത എന്താ? 10 × 10 100. അടുത്ത എന്താ? 6 × 6 F6 ഡി എന്ന് പറയുന്നത് 20. അപ്പോൾ 6 × 20 എന്ന് പറയുന്നത് 120. 4 × 30 എന്ന് പറയുന്നത് എത്രയാണ്? 120. അപ്പോൾ കറസ്പോണ്ടിങ് എഫ് ഇൻറ്റു ഡി നമ്മൾ ഓരോ റോസിൻ്റേതും കണ്ടു. ഇനി അതിൻ്റെ ലാസ്റ്റ് എന്താ വന്നിരിക്കുന്നത്? സമ്മേഷൻ ഓഫ് എഫ് ഡി. ഈ കണ്ടുവച്ചിരിക്കുന്ന എഫ് ഡി നമ്മൾ ഓരോന്ന് ഇൻഡിവിജ്വലി കണ്ടിട്ടുണ്ട് അല്ലേ. എഫ് ഡി അതിൻ്റെ സം കാണണം. സമ്മേഷൻ ഓഫ് എഫ് ഡി. അപ്പോൾ എന്ത് കാണണം? -160 + -120 + 0 + 100 + 120 + 120. അത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന 60 ആണ്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സമ്മേഷൻ ഓഫ് എഫ് ഡി കിട്ടി. ദെൻ എന്ത് ചെയ്യണം? അസ്യൂംഡ് മീനായി സമ്മേഷൻ ഓഫ് എഫ് ഡി ആയി സമ്മേഷൻ ഓഫ് എഫ് ആയി. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ എഫ് ഡി ബൈ സമ്മേഷൻ എഫ് അല്ലേ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു? അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആദ്യം അസ്യൂംഡ് മീൻ നമ്മൾ കൺസിഡർ ചെയ്തത് എന്തായിരുന്നു? 40. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂംഡ് മീനായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? 40. ഓക്കെ, ദെൻ പ്ലസ് സമ്മേഷൻ ഓഫ് എഫ് ഡി ഇവിടെ കിട്ടിയത് എന്തായിരുന്നു? +60. സോ 60 ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് എഫ് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? 60. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. സോ 40 + 1 എന്ന് പറയുമ്പം 41 മാർക്സ്. അപ്പം തന്നിരിക്കുന്ന ടേബിളിൽ ഡിസ്ക്രീറ്റ് സീരീസിൽ ഷോർട്ട് കട്ട് മെത്തേഡ് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് എന്തായിരുന്നു? ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സമ്മേഷൻ ഓഫ് എഫ് എക്സ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് എഫ്. അതിൻ്റെ അകത്ത് ഫ്രീക്വൻസിയും എക്സ് മാർക്സും കൂടെ നമ്മൾ പ്രോഡക്റ്റ് കണ്ടു. ദെൻ അതിൻ്റെ സമ്മേഷൻ എടുത്തു ഡിവൈഡഡ് ബൈ എന്താണ്? സം ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് അല്ല. ദാറ്റ് ഈസ് സമ്മേഷൻ എഫ്. അപ്പം ഡയറക്റ്റ് മെത്തേഡ് കണ്ടത് എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ്. ഇനി ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ കണ്ടത് എങ്ങനെയാണ്? അസ്യൂംഡ് മീൻ സെലക്ട് ചെയ്തു. സോ അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ എഫ് ഡി ബൈ സമ്മേഷൻ എഫ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. എന്താണ്? സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എന്താ പറയുന്നത്? ഇൻ ദിസ് മെത്തേഡ് ദ വാല്യൂസ് ഓഫ് ദ ഡീവിയേഷൻസ് ഡി ആർ ഡിവൈഡഡ് ബൈ എ കോമൺ ഫാക്ടർ സി. അപ്പം സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നമുക്കറിയാം, ഒരു കോമൺ ഫാക്ടർ എടുക്കണം. ആ കോമൺ ഫാക്ടർ കൊണ്ട് നമ്മൾ നമ്മുടെ ഡീവിയേഷനെ ഡിവൈഡ് ചെയ്യണം അല്ലേ. അതാ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദിസ് മെത്തേഡ് ദ വാല്യൂസ് ഓഫ് ദ ഡീവിയേഷൻസ് ആർ ഡിവൈഡഡ് ബൈ എ കോമൺ ഫാക്ടർ സി ടു കേസ് ദ കാൽക്കുലേഷൻ പ്രോസസ്സിന് വേണ്ടി ഒരു കോമൺ ഫാക്ടർ എടുക്കണം. ദെൻ ആ കോമൺ ഫാക്ടർ കൊണ്ട് ഡീവിയേഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. അതാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ വരുന്നത്? സമ്മേഷൻ arithmetic mean equal to assumed mean a plus summation of f d dash by summation of f into c എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഫാക്ടർ. സോ ഡി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് ഡീവിയേഷൻസ്. ഓക്കെ, ഡി ഡാഷ് എന്താണ്? സ്റ്റെപ്പ് ഡീവിയേഷൻ. ആദ്യം ഡി കാണുന്നു, ദെൻ നമ്മൾ ഡി ഡാഷ് കാണുന്നു. അപ്പോൾ ഡി ഡാഷ് കാണുന്നത് എങ്ങനെയാണ്? ഡീവിയേഷൻസ് ഫ്രം അസ്യൂംഡ് മീൻ ഡിവൈഡഡ് ബൈ എ കോമൺ ഫാക്ടർ. അതായത് ആദ്യം നമ്മൾ ഡി കാണുന്നുണ്ട് അല്ലേ. അസ്യൂംഡ് മീനിൽ നിന്നുമുള്ള ഡീവിയേഷൻസിൻ്റെ ഡിഫറൻസ് നമ്മൾ കണ്ടു. ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ ഫാക്ടർ കൊണ്ട്
ഡിവൈഡ് ചെയ്യുന്നു. ദെൻ അത് ഇൻഡിവിജ്വലി എല്ലാം കൂടെ സം ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് സ്റ്റെപ്പ് ഡീവിയേഷൻ, ദാറ്റ് ഈസ് സമ്മേഷൻ എഫ് D1 എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രീക്വൻസീസ്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ആയിട്ട്. ഇനി അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്, കാൽക്കുലേറ്റ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ മാർക്സ് ബൈ ദ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. എന്താണ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അരിത്തമെറ്റിക് മീൻ കാണാനായിട്ട്. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ പഠിച്ചെങ്ങനെ, ആദ്യം മാർക്സ് എഴുതി, ദാറ്റ് ഈസ് എക്സ്, ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് എഴുതി, ദാറ്റ് ഈസ് എഫ്, പിന്നെ എന്ത് കണ്ടു, ഡി കണ്ടു അല്ലേ. ഡി എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തു, എക്സ് മൈനസ് എ അല്ലേ, ഡീവിയേഷൻസ് ഫ്രം അസ്യൂംഡ് മീൻ, അസ്യൂംഡ് മീനിൽ നിന്നുമുള്ള ഡീവിയേഷൻസ് അത് കണ്ടു. ദെൻ ആ ടാബുലർ കോളത്തിൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ഈ കേസിൽ നമ്മൾ എടുത്തിരിക്കുന്ന കോമൺ ഫാക്ടർ എന്താണ്, 10. അതായത് -20 -10 +10 +20 +30. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് ആകെ ഏതാ, 10 ആണ് കോമൺ ഫാക്ടർ വരുന്നത്. 10ൻ്റെ ടേബിൾ വരുന്നതാണ് അല്ലേ. സോ നമ്മൾ 10നെ കോമൺ ഫാക്ടറായിട്ട് എടുത്തു. സോ നമ്മുടെ ടാബുലർ കോളം നമ്മൾ ആദ്യം എങ്ങനെ എഴുതി, മാർക്സ് എക്സ് എഴുതി, കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി. അതിൽ നമ്മളൊരു അസ്യൂംഡ് മീൻ കൺസിഡർ ചെയ്തു, ദാറ്റ് ഈസ് 40. ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് എടുത്തു, ദാറ്റ് ഈസ് എഫ്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് എഴുതി. ദെൻ അതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ സമ്മേഷൻ ഓഫ് ഫ്രീക്വൻസി കണ്ടു, ദാറ്റ് ഈസ് 60. അതറിയാമല്ലോ എങ്ങനെ വരുന്നതെന്ന്, ഓരോന്ന് ഇൻഡിവിജ്വലി സം ചെയ്യുക. ഇതിൻ്റെ അകത്താകുമ്പോൾ 8 + 12 + 20 + 10 + 6 + 4. ഓക്കെ, ദെൻ എന്ത് കണ്ടു, ഡീവിയേഷൻസ് കണ്ടു. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്, എക്സ് മൈനസ് എ. അപ്പം എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എക്സ് മാർക്സ് മൈനസ് എ, ദാറ്റ് ഈസ് അസ്യൂംഡ് മീൻ. അപ്പോൾ എന്ത് വരും, ഫസ്റ്റ് എന്താണ്, എക്സ് 20 മൈനസ് അസ്യൂംഡ് മീൻ 40 എന്ന് പറയുമ്പോൾ എന്ത് വരും, 20 - 40 -20. 30 - 12 30 - 40, that is -10. 40 - 40 0. 50 - 40 10. 60 - 40 20. 70 - 40 30. അപ്പോൾ അങ്ങനെ ഡീവിയേഷൻസ് നമുക്ക് കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടാബുലർ കോളത്തിൽ അതിൻ്റെ എന്ത് നോക്കുന്നു, കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ കോമൺ ഫാക്ടർ കിട്ടി, 10 ആയിട്ട് നമ്മൾ കോമൺ ഫാക്ടർ എടുത്തു. ദെൻ എന്ത് കാണണം, ഡി ഡാഷ് കാണണം. അപ്പോൾ ഡി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് മൈനസ് എ ബൈ സി. എക്സ് മൈനസ് എ ഓൾറെഡി കണ്ടു, ദെൻ ഡിവൈഡഡ് ബൈ സി, ദാറ്റ് ഈസ് 10. അപ്പോൾ ഫസ്റ്റ് എന്താണ്, -20/10, ദാറ്റ് ഈസ് -2. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, -10/10, ദാറ്റ് ഈസ് -1. അടുത്ത എന്താ, 0/10 എന്ന് പറയുന്നത് 0. അടുത്ത് 10/10 എന്ന് പറയുന്നത് 1. 20/10 എന്ന് പറയുന്നത് 2. 30/10 എന്ന് പറയുന്നത് +3. ദെൻ എന്ത് ചെയ്യുക, ഇതിൻ്റെ സമ്മേഷൻ കാണും. ദെൻ ഇനി ഒരു ടാബുലർ കോളങ്ങളുണ്ട്, എന്താണ്, എഫ് ഇൻറ്റു ഡി കാണണം അല്ലേ. സോ എഫ് ഇൻറ്റു ഡി ഡാഷ് നമ്മൾ കാണുന്നു. എഫ് ഇൻറ്റു ഡി ഡാഷ്, എഫ് എന്താണ്, 8 അല്ലേ, ഫസ്റ്റ് റോയിൽ 8 ഇൻറ്റു ഡി ഡാഷ് എന്താണ്, -2. അപ്പോൾ 8 × -2 -16. ദെൻ അടുത്ത എന്താ, എഫ് എന്താ, 12 × -1 -12. ദെൻ 20 × 0 0. ദെൻ അടുത്ത എന്താ, 10 × -1, ദാറ്റ് ഈസ് 10 × +1, ദാറ്റ് ഈസ് 10. ദെൻ 6 × 2 12. 4 × 3 12. അപ്പോൾ നമുക്ക് എഫ് ഇൻറ്റു ഡി ഡാഷ് പ്രോഡക്റ്റ് കൊണ്ട് ഫ്രീക്വൻസി ഇൻറ്റു ഡി ഡാഷ് കിട്ടി അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സം കാണുന്നു. അപ്പോൾ എന്ത് വരും, -16 + -12 + 0 + 10 +12 +12. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സമ്മേഷൻ ഓഫ് എഫ് ഡി ഡാഷ് എന്ന് പറയുന്നത് 6 ആയിട്ട് കിട്ടി. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് ബാർ ഈക്വൽ ടു അസ്യൂംഡ് മീൻ എ പ്ലസ് സമ്മേഷൻ ഓഫ് എഫ് ഡി ഡാഷ് ബൈ സമ്മേഷൻ ഓഫ് എഫ് ഇൻറ്റു സി. അപ്പോൾ നമുക്കെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അസ്യൂംഡ് മീൻ നമുക്കറിയാം 40 ആണെന്ന്. ദെൻ സമ്മേഷൻ ഓഫ് എഫ് ഡി ഡാഷ് എന്ന് പറയുന്നത് 6 ആണെന്നറിയാം. സമ്മേഷൻ എഫ് 60 ആണെന്ന് കണ്ടുപിടിച്ചു. ഇൻറ്റു കോമൺ ഫാക്ടർ എന്താണ്, 10 ആണ്. അപ്പോൾ 40 + 6/10 × 10, അതെന്താണ്, 41 മാർക്സ്. അപ്പം ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് പഠിച്ചു, ഷോർട്ട് കട്ട് മെത്തേഡ് പഠിച്ചു, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് പഠിച്ചു. അപ്പോൾ എല്ലാവരും ഇത്രയത്തിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഇതിലുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.